ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റിയിൽ മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഇൻഫീരിയർ ആണെന്നറിയാം, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ള ഒരു ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരമൊരു സബാൾട്ടൻ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ജീവികൾ അല്ലെങ്കിൽ അത്തരം മനുഷ്യരെ കുറിച്ചുള്ള ചിന്തകൾ, അതിന്റെ ഒരു മെറ്റഫർ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഞാൻ വരച്ചിരിക്കുന്നത്. നമ്മൾ ജീവികളോട് തന്നെ അത്തരമൊരു വ്യത്യാസം കാണിക്കുന്ന അത്തരം ജീവികളെ സെലക്ട് ചെയ്ത് നമ്മൾ ഇൻഫീരിയർ ആണെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉയർന്ന ചിന്താഗതിക്ക് അനുസരിച്ചുള്ളവരല്ല, അല്ലെങ്കിൽ നമ്മൾ അറപ്പോടെയോ വെറുപ്പോടെയോ കാണുന്ന ഒരുപാട് ജീവികളെ കണ്ടെത്തി അവരുടെ ചിത്രങ്ങൾ ഇത്തരം നമ്മളെ സമൂഹത്തിൽ മനുഷ്യരോടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരോടുള്ള നമ്മളുടെ ഒരു ഇതിന്റെ എന്താ പറയുക പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടോ ഞാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലുമുണ്ട് എന്ന ചിന്തയാണ് ഈ ചിത്രങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനമാണ് അന്ന എന്റെ മകളാണെന്നുള്ളത്. കാരണം റെയർ ഓഫ് റെയറിറ്റീസ് ആണ് അന്ന എനിക്ക് മകളായി എന്നുള്ളത്. കാരണം അന്നയുടെ കഴിവുകൾ, അന്ന എന്താണ് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് എന്നിൽ നിന്നല്ല. കാരണം വര എന്ന് പറഞ്ഞ സംഗതി എന്റെ DNA എവിടെയും ഇല്ലാത്തൊരു സംഭവമാണ്. ഇത് പൂർണ്ണമായിട്ടും അന്ന കന്നഡ അപ്പയുടെ വശത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അന്നയുടെ അപ്പ നന്നായി വരക്കും, പക്ഷെ ഒരു പെയിന്റർ എന്ന രീതിയിൽ പ്രൊജക്റ്റഡ് ആയില്ല. പുള്ളി അതിന് കാര്യമായി ശ്രമിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അദ്ദേഹം ഒരു MSc കെമിസ്ട്രിക്കാരനാണ്, അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വഴി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദർ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇന്നില്ല, മരിച്ചുപോയി. ആർട്ടിസ്റ്റ് ജെറോം എന്ന് പറഞ്ഞാല് ഫോർട്ട് കൊച്ചിയിൽ അറിയാത്തവരാരും ഇല്ല, അത്രയേറെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള രീതിയിൽ ഇന്നവിറ്റബിൾ ആയിട്ട് ആ കഴിവ് അദ്ദേഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. 10ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു പ്രതിഫലനമാണ് അന്ന. അന്ന കുറെ എംപത്തറ്റിക് ആണ്. അവള് ചുറ്റിനുള്ള മനുഷ്യരോട് മാത്രമല്ല ജീവികളോടും കുറേയേറെ ഇങ്ങനെ എംപതി ഉണ്ട് അവൾക്ക്. അതിന്റെ ഭാഗം തോന്നുന്നു. ഞങ്ങളും ആദ്യം ഇത് തമാശയായിട്ട് എടുത്തത്, പക്ഷെ ഇത് അവസാനം വന്നപ്പോഴേക്ക് വളരെ ഗൗരവമായൊരു ടോണിലേക്ക് വരുന്നു. അങ്ങനെയാണ് ആ സീരീസ് ഓഫ് പെയിന്റിങ്ങുകൾക്കും ഇങ്ക് ഡ്രോയിങ്ങുകൾക്കും അവള് ഇൻസൾട്ടഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ്, നിന്ദിതരും പീഡിതരും. നമ്മളുടെ വീട്ടിലുള്ള ഈ പറയുന്ന പ്രാണി കുലത്തോട് നമ്മൾ പുലർത്തുന്ന അവഗണന, അതിനോടുള്ള അവളുടേതായ ഒരു എന്താ പറയുക പ്രതിക്രിയയായിരിക്കാം ഈ വര എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വീടുകളിൽ നമുക്കൊപ്പം ജീവിക്കുന്ന പാറ്റ, പല്ലി, പഴുതാര തുടങ്ങിയ ജീവികൾ എത്രനാൾ ജീവിച്ചിരിക്കുന്നു എന്നോ എന്നു മരിക്കുന്നു എന്നോ നമ്മൾ ആരും ചിന്തിക്കാറില്ല. എങ്കിലും ചിത്രങ്ങൾ അത് നമ്മെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്നു. ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഇൻസൾട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസിൽ പോർട്രേറ്റ് വെച്ചിട്ട് ഒരു 5ഓളം വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ വർക്കുകൾ നമ്മൾ ഇതേപോലെ തഴഞ്ഞ് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരുടെ റെപ്രസെന്റേഷൻ തന്നെയാണത്. അത്തരം ജീവികളുടെ പോർട്രേറ്റ്, എന്നും പോർട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജാക്കന്മാരെ ഓർത്തു വെക്കാനൊക്കെ ആദ്യകാലത്ത് അവരുടെ മുഖം നമ്മളെ ഓർത്തു വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പോർട്രേറ്റ്. അപ്പൊ എന്നും സുപ്പീരിയർ എന്ന് വിചാരിക്കുന്ന ആളുകളെ തന്നെ നമ്മൾ കാലത്തെ അതിജീവിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഇത്തരം പോർട്രേറ്റുകൾ ഇത്തരം കുറഞ്ഞ ജീവികള് അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയില് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരുടെ റെപ്രസെന്റേഷൻ ആയ ഈ ജീവികളുടെ പോർട്രേറ്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിം അത് ശരിക്കും ആ ഒരു വർക്കിന്റെ ഭാഗം തന്നെയാണ്. ബാക്കി എല്ലാത്തിനും നമ്മൾ ആ വർക്കിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാനുള്ള ഫ്രെയിമുകളാണ് ചൂസ് ചെയ്യുന്നത്. ഇതിന് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾഡൻ ഫ്രെയിമുകൾ യൂസ് ചെയ്യണം. ആ ഒരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. അത് ഉൾപ്പെടെയാണ് ആ വർക്കിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നത്. ആ ഒരു ഫ്രെയിം ഉൾപ്പെടെയാണ് ആ ഒരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. കുതിര, കഴുത, പന്നി, കാക്ക തുടങ്ങിയവയുടെ പോർട്രേറ്റുകളും ഉണ്ട്.
വരട ലോകത്തിലേക്ക് അന്ന പ്രവേശിച്ചപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എത്ര നന്നായിട്ട് വരക്കുന്ന ഒരാളാണെങ്കിലും ചിന്തിക്കുന്ന ഒരാളാണെങ്കിലും അഭിപ്രായങ്ങൾ ഉള്ള ഒരാളാണെങ്കിലും അന്നയെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു പോളിസി ആയിരുന്നു. അന്നയായിട്ട് തന്നെ വളരണം എന്നുള്ളത്. അവളുടെ പ്രിഡിസേഴ്സിന്റെ ഒന്നും തന്നെ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് പിടിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ പെയിന്റ് വെക്കുമ്പോൾ അന്ന ഒരു സജഷൻ ചോദിക്കുവാണ്, അപ്പൊ ഇതിന് പകരം ഈ കളർ മതിയാ അല്ലെങ്കിൽ ഇതിങ്ങനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഉത്തരവല്ല ഒരിക്കലും നൽകിയിരുന്നത്. പകരം അതിന്റെ പോസിബിലിറ്റീസ്, പല പല പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ആണ് പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. അന്നയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പൊ അന്നക്ക് ആദ്യ സജഷൻസ് മാത്രം, ഒരിക്കലും അവള് ചോദിക്കുന്നതിന് ഒരു മറുപടി പോലും അല്ല, അതിന്റെ പോസിബിലിറ്റീസ് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ അന്നക്ക് ഭയങ്കരമായിട്ട് വിഷമമോ ഇറിറ്റേഷനോ ഒക്കെ തോന്നിയിരുന്നു. കാരണം ഒരു മുതിർന്ന ഒരാളുടെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് ഒരു മറുപടിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ പിന്നീട് അന്നയും ഗ്രഹിച്ചു തുടങ്ങി, അതായത് എല്ലാ കാലവും അന്നക്ക് വേണ്ടി ആരെങ്കിലും യെസും നോയും പറയില്ല, അത് അന്ന തന്നെ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. പക്ഷെ അന്നെ അതിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് അന്നയുടെ അപ്പ എടുത്തിരുന്ന ഒരു നിലപാട്. അക്രലിക്, വാട്ടർ കളർ, മഷി എന്നിവയാണ് ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിൽ ഏറെയും. എന്നെ സംബന്ധിച്ച് ഇങ്ക് എന്ന് പറയുന്ന ഒരു മീഡിയം എനിക്കൊരു ചലഞ്ചാണ്. അത് എല്ലാവരും ഒരു ഇൻഫീരിയർ മീഡിയം എന്ന് വിചാരിക്കുന്നിടത്ത് ഞാൻ അത് കുറച്ചും കൂടെ അതിന്റെ എന്താ പറയാ ഒരുപാട് വേരിയൻസ് അല്ലെങ്കിൽ ഗ്രഡേഷൻസ് അല്ലെങ്കിൽ ഷെയ്ഡ് ഡിഫറൻസ് ഇതൊക്കെ കൊണ്ടുവന്ന് അതൊരു മീഡിയം ഒരു എന്താ പറയാ എന്നെ സംബന്ധിച്ച് അത് ഹാൻഡിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞൊരു ടാസ്കും കൂടെ എനിക്ക് ഞാൻ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ ഡ്രോയിങ്ങുകളുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മീഡിയം അക്രൈലിക് ആണ്. അക്രൈലിക്, പെൻ ഓൺ പേപ്പർ, പിന്നെ അപൂർവമായിട്ട് ടീ വാഷുകളുടെ മുകളിൽ പെൻ ഓൺ പേപ്പർ, വാട്ടർ കളർ ഇഷ്ട മീഡിയങ്ങളിൽ ഒന്നാണ്. ഓയിൽ ഓൺ ക്യാൻവാസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട മീഡിയങ്ങൾ എന്ന് പറയാൻ ഇങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. എസ്പെഷ്യലി പെണ്ണാണ് എന്റെ ഒരു എന്താ പറയാ ഞാൻ ചലഞ്ചായിട്ട് വിചാരിച്ചിട്ടുള്ള ഒരു മീഡിയം എന്നും പെണ്ണാക്കുന്നത്. ചെറുപ്പത്തിൽ, അതായത് 3-3.5 വയസ്സുള്ളപ്പോൾ പ്രധാന ക്യാൻവാസ് വീടിന്റെ ചുവരുകളായിരുന്നു എന്നും എന്നാൽ അതിൽ ഒന്നുപോലും കേവലം കുത്തിവരകളായിരുന്നില്ല എന്നതും അന്നയുടെ മാതാപിതാക്കൾ ഓർമ്മിക്കുന്നു. ശരിക്കും ചെറുതിലെ എന്നെ സംബന്ധിച്ച് ഒരു 24 hours ഞാൻ ഒരു വർക്കിന് വേണ്ടി ശരിക്കും കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ തീരാതിരിക്കാം, അത് കഴിയുമ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം. പക്ഷെ നമ്മളിതൊരു പ്രൊഫഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്റെ ജീവിതം ഇനി മുന്നോട്ട് ഈ ഒരു എന്താ പറയാ ആർട്ടിന് വേണ്ടിയാണ് എന്ന് ഡിസൈഡ് ചെയ്തെടുത്ത് എന്നെ സംബന്ധിച്ച് അങ്ങനെ വിട്ടുകളഞ്ഞു പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നല്. ചിലപ്പോ എന്നെ വർക്കിന്റെ മുന്നിൽ പിടിച്ചിരുത്തുക എന്നുള്ളൊരു ആവശ്യം എന്റെ കൂടെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഈ 1.5 കൊല്ലം കൊണ്ട് ഇത് തീർക്കാൻ ഇത്ര ക്ഷമയോടെ ഞാൻ ശ്രമിച്ചത്. കാര്യം അത് എവിടെ വെച്ച് വിട്ടുപോയാലും അത് എനിക്ക് ഞാൻ കൊടുത്തതെന്ന് ഞാൻ പിൻവാങ്ങിക്കളയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പൊ അത് അത്രയും ഞാൻ ഒരിക്കലും വിട്ട് കളയരുത്, അത് കംപ്ലീഷനിൽ എത്തിയിട്ട് അത് എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടെ എന്താണെങ്കിലും ഞാനത് കംപ്ലീഷനിൽ എത്തും എന്നുള്ളൊരു പറയുന്ന ഒരു വാശിയോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഉറച്ച തീരുമാനം എൻ്റെ ഉള്ളിൽ ആ വർക്ക് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഞാൻ എന്റെ മാക്സിമം ഡെഡിക്കേഷൻ ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇത്ര സമയം ഒരു ദിവസം സ്പെൻഡ് ചെയ്യുമെന്നും, അത് എത്ര ഉറക്കം വന്നാലും എത്ര ടയർഡ്നെസ് ആണെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി ഇത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ പുറകിലുണ്ട്. അന്ന വരച്ചിരിക്കുന്നതില് ഈ പറയുന്ന പിഗ് ആണെങ്കിലും കഴുതയാണെങ്കിലും കാക്കയാണെങ്കിലും ഒക്കെ അവരൊക്കെ നമ്മളോടൊപ്പം കോഎക്സിസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഈ ജീവികളെ നമ്മൾ ഒരിക്കലും ഗൗരവമായിട്ടല്ല കാണുന്നത്. അവരൊക്കെ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ജീവികളാണ്. പക്ഷെ അന്ന എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന അവരുടെ പോർട്രേറ്റുകളാണ് വരച്ചിരിക്കുന്നത്. പോർട്രേറ്റുകൾ എപ്പോഴും ഉയർന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു എലീറ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ആളുകളുടെയാണ് പലപ്പോഴും പോർട്രേറ്റുകൾ വരച്ചു വെക്കുന്നത്. അപ്പൊ ഇവിടെ അന്ന ഇത്തരം നിസ്സാര ജീവികൾക്ക് കുറച്ചും കൂടി ഒരു ഉയർന്ന സ്റ്റാൻഡ് നൽകാൻ വേണ്ടിയിട്ടായിരിക്കണം അവയുടെ പോർട്രേറ്റുകൾ വരയ്ക്കുകയും അതേപോലെ ഫ്രെയിം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ആ ഫ്രെയിമിങ്ങിന് തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരം കീഴെയുള്ള ക്രീച്ചേഴ്സിനെ അന്ന ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അവരുടെ നിലവാരം മാറുന്നത് എന്നുള്ളതല്ല, നമ്മുടെ വീക്ഷണത്തില് ദേ ആർ ഓൾസോ ഈക്വലി ഓർ മോർ ഇമ്പോർട്ടന്റ് എന്ന് കാണിക്കാനുള്ള ശ്രമം. അന്ന ജെർലി എന്ന കലാകാരി ഇവയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഏറെ അനുകമ്പ പ്രകടിപ്പിച്ച് കരുതലോടെ ഇവയെ തന്റെ രചനകളിലൂടെ മനുഷ്യ മനസാക്ഷിക്ക് മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന അത്യപൂർവ കാഴ്ചയാണ് നാം കണ്ടത്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച്. ഇതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റണം, അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലേക്ക് പോകാതെ തന്നെ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേറെ അടുത്തുനിന്ന് കിട്ടാണ്ട് സൊസൈറ്റി നമ്മളെ ഒരു ആർട്ടിസ്റ്റായിട്ട് അംഗീകരിച്ച് അതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സിൽ നിന്ന് തന്നെ അടുത്ത ചിത്രങ്ങളിലേക്ക് പോകാൻ പറ്റണം. അതാണ് എന്നെ സംബന്ധിച്ച് ഇന്നൊരു ടാർഗറ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചത്. വീണ്ടും ഒരു അത്ഭുത പ്രതിഭയെ തേടി ഞങ്ങൾ യാത്ര തുടരുകയാണ്.